Good morning. ആനിമൽ കിങ്ഡം എന്ന പാഠഭാഗത്തിന്റെ ഒന്നാമത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. നന്നായി മനസ്സിലാക്കിയോ? അതിന്റെ തുടർച്ചയാണ് ഈ വീഡിയോ. പാർട്ട് 2 ആണ്. So in this class, let me begin with an illustration. And this illustration depicts the broad classification of animals based on certain fundamental features. ഒരു പ്രത്യേക ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ജന്തുക്കളെ അല്ലെങ്കിൽ ജന്തുലോകത്തെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇല്ലസ്ട്രേഷനിലൂടെ നമുക്ക് ഇന്നത്തെ പാഠഭാഗം ആരംഭിക്കാം. ശ്രദ്ധിച്ചോളെ, സ്ക്രീനിൽ എങ്ങനെയാണ് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് സ്ക്രീനിലോട്ട് നോക്കൂ. കിങ്ഡം ആനിമാലിയ അഥവാ ആനിമൽ കിങ്ഡം, മൾട്ടി സെല്ലുലാർ ആനിമൽസ്, അതായത് ഒരുപാട് സെൽസ്. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ സിംഗിൾ സെല്ലാണ്, മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോൾ മെനി സെൽസ്. നെക്സ്റ്റ് കോളം നോക്കൂ, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ വീഡിയോ ക്ലാസ്സിൽ അല്ലേ? സെല്ലുലാർ ലെവൽ, സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ എന്ന് പഠിച്ചിട്ടില്ലേ? സെൽസ് കൂട്ടിച്ചേർത്ത് വെച്ച് ബോഡി ഉണ്ടായിരിക്കുന്നത്. അഥവാ സെല്ലുലാർ ലെവൽ അല്ലെങ്കിലോ ടിഷ്യൂ ലെവൽ, സെൽസ് കൂടി ചേർന്ന ടിഷ്യൂസ് കിട്ടും. ടിഷ്യൂസ് കുറച്ചുകൂടെ ഡെവലപ്പായി കഴിഞ്ഞാൽ കുറേ ടിഷ്യൂസ് ചേർന്നാൽ എന്താ വരിക? ഓർഗൻസ്, അവയവങ്ങൾ. ഫോർ എക്സാമ്പിൾ മൗത്ത് ഒരു ഓർഗനാണ്, ഈസോഫേഗസ് ഒരു ഓർഗനാണ്, സ്റ്റൊമക്ക് ഒരു ഓർഗനാണ്. ഇങ്ങനെ ഇത്തരം അവയവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർഗൻ സിസ്റ്റം കിട്ടില്ലേ? ഈ അവയവങ്ങൾ ചേർത്ത എന്ത് ഓർഗൻ സിസ്റ്റം വരിക? ഡൈജസ്റ്റീവ് സിസ്റ്റം, അതൊരു ഓർഗൻ സിസ്റ്റമാണ്. ചില ജീവികളിൽ ടിഷ്യൂസ് മാത്രമേ കാണുള്ളൂ, അപ്പൊ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓർഗൻസ് ഒക്കെ ഡെവലപ്പായ ജീവികളാണെങ്കിൽ അവരെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. ഉയർന്ന ജീവികളിൽ ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാവും, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. ഇങ്ങനെ സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഏത് വിഭാഗത്തിൽ വരും? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അടുത്ത കോളം നോക്കൂ, സിമെട്രി. സിമെട്രി, ബോഡി സിമെട്രി ഒരു കൃത്യമായി രീതിയിൽ നമുക്ക് പകുതിയാക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അസിമെട്രിക്കൽ ആണ്. ഏത് ആംഗിളിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ് കിട്ടുന്നുണ്ടെങ്കിൽ റേഡിയലി സിമെട്രി ആണ്. റേഡിയലി സിമെട്രിക്കൽ ഓർ റേഡിയൽ സിമെട്രി ആണ്. സിംഗിൾ ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ക്യാൻ കട്ട് ദ ബോഡി ടു 2 ഈക്വൽ ഹാഫ്. നമ്മളെ ശരീരം പോലെ നടുവിലൂടെ ഒരു വര കട്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ഹാഫ് കിട്ടുമല്ലോ, അത് ബൈലാറ്ററൽ സിമെട്രി. അത്തരത്തിലുള്ള ആനിമൽസിനെ എന്ത് വിളിക്കും? ബൈലാറ്ററലി സിമെട്രിക്കൽ ആനിമൽസ്. നെക്സ്റ്റ് കോളം, ബോഡി കാവിറ്റി ഓർ സീലോം. സീലോം ഓർ ബോഡി കാവിറ്റി. സീലോം ഒട്ടും ഇല്ലാത്ത ജീവികളെ, ഫ്ലാറ്റ് വേം, പ്ലനേരിയയിൽ പഠിച്ചിട്ടുണ്ട്. ഫ്ലാറ്റ് ആണ്, അവിടെ ബോഡി കാവിറ്റി ഒന്നും ഇല്ല അല്ലേ? അപ്പൊ അവര് അസീലോമേറ്റ് ആണ്. സീലോം ഇല്ലാത്തവരെ എന്ത് വിളിക്കുന്നു? അസീലോമേറ്റ്. എങ്കിൽ ആസ്കൽമിന്തസ്, റൗണ്ട് വേം, ആസ്കാരിസ്, നമ്മൾ 10th മറ്റോ പഠിച്ചിട്ടുണ്ട്. റൗണ്ട് വേം, ആസ്കാരിസ്. ആസ്കാരിസിന്റെ ബോഡിക്കകത്ത് ഒരു ട്രൂ സീലോം അല്ല, ഒരു ഫാൾസ് സീലോമാണ്. സീലോം എന്ന് ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സീലോം. അതുകൊണ്ട് അതിനെ സ്യൂഡോ സീലോമേറ്റ്സ് എന്ന് വിളിക്കാം. സ്യൂഡോപോഡിയ എന്ന് കേട്ടിട്ടുണ്ടോ? അമീബയിൽ സ്യൂഡോപോഡിയ, ഫാൾസ് ലിപ്സ്. സ്യൂഡോന്റെ അർത്ഥം ഫാൾസ് ആണ്. സ്യൂഡോ സീലോമേറ്റ്സ് ഇവിടെ. എങ്കിലും നമ്മളെ പോലെയുള്ള ഉയർന്ന ജീവികളിൽ ബോഡി കാവിറ്റി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞു, കോഴിയിറച്ചിയുടെ ഒക്കെ ബോഡിക്കകത്ത് അറകളുണ്ട് അല്ലേ? ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ, കട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാവിറ്റി കാണാം. അതിനെയാണ് സീലോം എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ട്രൂ സീലോം ഉള്ള ജീവികളെ എന്താ വിളിക്കുക? സീലോമേറ്റ്സ്. അപ്പോൾ ബോഡി കാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ്, സീലോമേറ്റ്സ് ഇങ്ങനെ വിളിച്ചു. ഇങ്ങനെ ഫൈനൽ ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് കാണാം ഡിഫറെന്റ് ഫൈല. ലെറ്റ് മീ റീഡ് ഔട്ട് ദ നെയിം. ഓരോ ഫൈലത്തിന്റെ പേര് ഞാൻ വായിക്കുകയാണ്. ഫൈലം സിംഗുലർ, ഫൈല പ്ലൂറൽ ആണ്. ഫൈലം പോരിഫറ, സീലന്ററേറ്റ otherwise known as Midaria. Phylum Ctenophora, Platyhelminthes, Ascalminthus, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata and Chordata. These are different phyla. For kingdom Animalia,
ഒരുപാട് ഫൈലം അല്ലെ ഫൈലേ ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. 11ഓളം ഫൈല നമ്മളിപ്പം കണ്ടു. Let me read out different phyla once again. You can see the name of different phylum, each phylum on the screen. ഒന്നുകൂടെ ഞാൻ പേര് പറയട്ടെ, ഒന്നുകൂടെ കൃത്യമായി അത് വാച്ച് ചെയ്യൂ. It begins with the phylum Porifera, Coelenterata. Coelenterata മറ്റൊരു പേരെന്താണ്? Cnidaria. C അവിടെ സൈലന്റ് ആണ്. Cnidaria, Cnidaria. Third phylum Ctenophora. അവിടെയും സി സൈലന്റ് ആയിട്ടാണ് കാണുന്നത്. Ctenophora. Platyhelminthes, ഫ്ലാറ്റ് വേംസ്, പ്ലാനേരിയ പോലുള്ള ഫ്ലാറ്റ് വേംസിനെയാണ് നമ്മൾ Platyhelminthes എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഫൈലം Aschelminthes, റൗണ്ട് വേംസ്. Annelida, Arthropoda. Next one Mollusca. Next Echinodermata. Echinodermata എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാണുന്നത് ബൈലാട്രൽ സിമെട്രിയുടെ കോളത്തിലേക്കായിട്ടാണ് എക്കിനോഡർമിസിനെ കാണുന്നത്. എക്കിനോഡർമാറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റാർ ഫിഷ് കണ്ടിട്ടുണ്ടോ? മത്സ്യം വാങ്ങുമ്പോൾ മത്സ്യത്തിൻ്റെ ഒപ്പമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്, റേഡിയൽ സിമെട്രിയിൽ സ്റ്റാർ ഫിഷ് ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റാർ ഫിഷിൻ്റെ ലാർവയുടെ പേര് ബൈപിനേരിയ ലാർവ എന്നാണ്. സ്റ്റാർ ഫിഷിൻ്റെ ലാർവ ബൈലാട്രൽ സിമെട്രിയാണ് എങ്കിൽ സ്റ്റാർ ഫിഷ് അഡൽട്ട് ആവുമ്പോൾ അത് റേഡിയൽ സിമെട്രിയാണ്. നെക്സ്റ്റ് ഫൈലം ഇസ് ഹെമികോഡേറ്റ ആൻഡ് ലാസ്റ്റ് ഫൈലം ഇസ് കോഡേറ്റ. ഫൈലം കോർഡേറ്റ. ഒന്നുകൂടെ ഞാൻ പേര് കുറച്ചുകൂടെ ഫാസ്റ്റായി വായിക്കാം, ഒന്ന് മനസ്സ് പതിയാൻ വേണ്ടിയാണ്. ഫൈലം Porifera, Coelenterata or Cnidaria, Ctenophora, Platyhelminthes, Aschelminthes, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata and Chordata. ഇത്രയും ഫൈലാണ് നമുക്ക് ആനിമൽസ് കിങ്ഡത്തിൽ പഠിക്കാനുള്ളത്. The first phylum is phylum Porifera. Porifera എന്ന് പറഞ്ഞാൽ they are pore bearing animals. പോർ എന്ന് പറയുമ്പോൾ ദ്വാരം, ശരീരത്തിൽ നിറയെ ദ്വാരമുള്ള ആനിമൽസിനെ പൊതുവായിട്ട് നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഫൈലം Porifera. പോരിഫറൻസിന് എക്സാമ്പിൾസ് ആദ്യം നമുക്ക് സ്ക്രീനിലോട്ട് നോക്കാം. നിങ്ങൾ എക്സാമ്പിൾസ് ഓരോ പിക്ചറും ഞാൻ തരുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കണം. അവിടെ സെൽസ് ആണോ കൂടുതലും, ടിഷ്യൂ ലെവലാണോ, ഓർഗൻസ് ഉണ്ടോ, ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, പിന്നെ അവരുടെ സിമെട്രി എന്താണ്, അസിമെട്രിക്കൽ ആണോ അല്ലെങ്കിൽ റേഡിയലി സിമെട്രിക്കൽ ആണോ, ബൈലാട്രലി സിമെട്രിക്കൽ ആണോ എന്നൊക്കെ നിങ്ങളൊന്ന് ഗസ് ചെയ്യണം. എക്സാമ്പിൾസ് ഓഫ് പോരിഫറൻസ് ലെറ്റ് us see one by one on the screen. Spongilla, Cycon, Euspongia, Euplectella. യൂപ്ലക്റ്റെല്ല എന്ന് പറയുന്ന ഈ ഒരു സ്പോഞ്ച് വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ കൺട്രീസിൽ ഇതൊരു ന്യൂലി മാരിഡ് കപ്പിളിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു സ്പോഞ്ചാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ്. ഇത് കാണാനും ഒരു ഭംഗിയുണ്ട്. യൂപ്ലക്റ്റെല്ലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മൗത്ത് പാർട്ടിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്പീഷീസ് ഷ്രിംപ്, ഒരു ഷ്രിംപ് എന്ന കൊഞ്ചിൻ്റെ വെറൈറ്റി, അത് മെയിൽ ആൻഡ് ഫീമെയിൽ കോഡ്ഷിപ്പ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേറ്റിംഗ് ടൈമിലുള്ള ബിഹേവിയറൽ പാറ്റേൺ ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഷ്രിംപ് ഗെറ്റ് ഇൻസൈഡ് ദിസ് സ്പോഞ്ചോസീൽ കാവിറ്റി, ബോഡിക്കകത്തുള്ള കാവിറ്റീനെയാണ് സ്പോഞ്ചോസീൽ എന്ന് വിളിക്കുക. യൂപ്ലക്റ്റെല്ലയുടെ ബോഡി കാവിറ്റിക്കകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഷ്രിംപ് വരും. അവിടെ വെച്ച് അവർ കോഡ്ഷിപ്പ് നടത്തും, അവർ എഗ് ലേ ചെയ്യും, ലാർവൽ ഫോംസ് ഉണ്ടാവും, എഗ് ഡെവലപ്പ് ചെയ്ത് ലാർവ ഉണ്ടാവും. ഫൈനലി both the male and female parents they die together inside the spongoseel. യൂപ്ലക്റ്റെല്ലയുടെ അകത്ത് വെച്ച് തന്നെ ഇവർ മരണപ്പെടുകയാണ് ചെയ്യുന്നത്, പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ യൂപ്ലക്റ്റെല്ലയെ ന്യൂലി മാരീഡ് കപ്പിളിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ കാരണം എന്താവും? ഒരു വിശ്വാസമാണ്, നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് മരിക്കും, മരണം വരെ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള ഒരു വിശ്വാസമാണ്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സ്പോഞ്ചസ് കോസ്റ്റ്ലി ഓൾസോ. ഒരുപാട് പൈസയും ഇതിന് വാങ്ങിക്കുമ്പോൾ ആവശ്യമാണ്.
ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോഞ്ച് ആണ്. ഈ സ്പോഞ്ചിൻ്റെ ഫീച്ചേഴ്സ് ഇനി പഠിക്കാം നമുക്ക്. ഫൈലം പോരിഫറ or poriferans are generally called as sponges. They are aquatic, marine, കടൽ വെള്ളത്തിൽ കാണുന്നതാണ്. ആൻഡ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സെൽസ് കൂട്ടിച്ചേർത്ത് വെച്ചാണ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. There are different types of cells in the body of sponge. ഒരു സ്പോഞ്ചിന്റെ ബോഡിയിൽ നോക്കുമ്പോൾ പല തരത്തിലുള്ള സെൽസ് കാണാം. കോയിനോസൈറ്റ്സ് or collar cells, pinacocytes, amoebocytes, porocytes, ഇങ്ങനെ പല തരത്തിലുള്ള സെൽസും സ്പോഞ്ചിന്റെ ബോഡിക്കകത്ത് കാണാൻ പറ്റുന്നത്. സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ ആണ്. സെൽസ് ചേർത്ത് വെച്ചാണ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ദേ ആർ മെറൈൻ ആനിമൽസ് വിത്ത് സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ ആൻഡ് ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക്. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ? 2 germ layers അല്ലെ? എക്ടോഡം, എൻഡോഡം. 3 germ layers എന്താ വിളിക്കുക? ട്രിപ്ലോബ്ലാസ്റ്റിക്. ഇവിടെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഒന്ന് ഡെർമൽ ലെയർ വിത്ത് പിനാക്കോസൈറ്റ്, മറ്റൊരു ലെയർ എന്താണ്? കോയിനോസൈറ്റ് ലെയർ. അങ്ങനെ 2 ലെയേഴ്സ് ഉള്ളത് കൊണ്ട്, ബോഡി ലെയേഴ്സ് ഉള്ളത് കൊണ്ട് ഇവരെ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദ സ്പോഞ്ചസ് ദേ ഹാവ് കനാൽ സിസ്റ്റം. എന്താണ് ഈ കനാൽ സിസ്റ്റം? വാട്ടർ വാസ്കുലർ കനാൽ. നമുക്ക് എന്താ ഉള്ളത്? ബ്ലഡ് വാസ്കുലർ സിസ്റ്റം അല്ലേ? ഇവിടെ വാട്ടർ വാസ്കുലർ സിസ്റ്റം ആണ്. ബോഡി കാവിറ്റി, ഒരു ടിപ്പിക്കൽ സ്പോഞ്ചിന്റെ ബോഡി കാവിറ്റി ഇവിടെ നോക്കൂ, ഡയഗ്രമാറ്റിക് പിക്ചർ. ഇവിടെ എങ്ങനെയൊക്കെയാ പോർസ് ഉള്ളത്? ബോഡിയുടെ മേലെ നമുക്ക് നിറയെ പോർസ് കാണുന്നുണ്ടോ? വി കോൾ ഇറ്റ് ആസ് ഓസ്റ്റിയ. ബോഡി കാവിറ്റി, അകത്തുള്ള കാവിറ്റീനെ എന്താ വിളിക്കുക? സ്പോഞ്ചോസീൽ. മെയിൻ ഓപ്പണിംഗ്, മൗത്ത് ലൈഫ് പാർട്ടിനെ എന്ത് വിളിക്കും? ഓസ്കുലം. അപ്പം വെള്ളം ഓസ്റ്റിയയിലൂടെ വന്ന് സ്പോഞ്ചോസീലിനകത്ത് വെച്ച് കറങ്ങി എന്നിട്ട് പുറത്തേക്ക് വരിക ഓസ്കുലത്തിലൂടെ. അതാണ് ഫ്ലോ. ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, ഓസ്കുലം. And this system is known as water vascular system or canal system. In sponges, specific type of skeleton, endoskeleton is also present. They are called as spicules. ഒരു പ്രത്യേക തരം എൻഡോസ്കെലിട്ടൺ ഉണ്ട്. അതിനെന്താ വിളിക്കുക? സ്പിക്യൂൾസ് എന്നാണ് പറയുക. സ്പോഞ്ചസ് ആർ ജനറലി ഹെർമാഫ്രോഡൈറ്റ്സ്. എന്താണ് ഹെർമാഫ്രോഡൈറ്റ്? Hermaphrodite means organism with both male and female inside the same organism. ഒരു ജീവിയിൽ തന്നെ മെയിലും ഫീമെയിലും കാണുന്നുണ്ട്. അവരെ എന്ത് വിളിക്കാം? ഹെർമാഫ്രോഡൈറ്റ്. ആൻഡ് സ്പോഞ്ചസ് ദേ റീപ്രൊഡ്യൂസ് asexually and sexually. asexual റീപ്രൊഡക്ഷൻ എന്താണെന്നും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണെന്നും അറിയാലോ. ഈ 2 തരത്തിലുള്ള റീപ്രൊഡക്ഷനും സ്പോഞ്ചസിൽ കാണുന്നുണ്ട്. asexual റീപ്രൊഡക്ഷൻ മെയിൻലി ബൈ ബഡ്ഡിംഗ് ഓർ ബൈ ഫ്രാഗ്മെന്റേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. asexual റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ബഡ്ഡിങ്ങിലൂടെ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷനിലൂടെ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുക. അതിന് മെയിൽ ഗാമീറ്റ് ഫീമെയിൽ ഗാമീറ്റിൽ എത്തുന്നത് ഇൻസൈഡ് ദ ബോഡിയിലേക്കാണ് മെയിൽ ഗാമീറ്റ് എത്തുക. അതിന് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. ലാർവൽ ഫോം ഇസ് ഓൾസോ പ്രസന്റ്. മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് അഡൾട്ട് ആവില്ല. ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്, ലാർവൽ സ്റ്റേജ്. അതും കാണാനുണ്ട് നമുക്ക്. ലാർവൽ സ്റ്റേജ് ഇസ് ഓൾസോ പ്രസന്റ്. ഡ്യൂറിങ് അൺഫേവറബിൾ സീസൺ, അനുയോജ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ മെയിൻലി സ്പോഞ്ചസ് ഫെർട്ടിലൈസ്ഡ് ബൈ ജമ്യൂൾസ്. ജമ്യൂൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ നോക്കൂ. ഒരു സർക്കുലർ ബോഡിയാണ് അല്ലേ? ഈ ജമ്യൂൾസിന്റെ പുറത്ത് നിറയെ സ്പിക്യൂൾസ് ഒക്കെ കാണാൻ പറ്റും. സ്പൈൻ ലൈക്ക് സ്ട്രക്ചർ. അതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേക തരം സെൽസും കാണാൻ പറ്റും. അൺഫേവറബിൾ സീസൺ വരുമ്പോൾ, അനുയോജ്യമല്ലാത്ത കാലാവസ്ഥയിൽ സ്പോഞ്ചിന്റെ ബോഡിക്കകത്ത് ജമ്യൂൾസ് ഫോം ചെയ്യും. വെൻ ഫേവറബിൾ സീസൺ ഒക്കേഴ്സ്, ഫേവറബിൾ ആയിട്ടുള്ള സീസൺ വരുമ്പോൾ ജമ്യൂൾസ് എക്സ്പെൽഡ് ഔട്ട് ഓഫ് ദ സ്പോഞ്ച് ബോഡി. അഡൾട്ട് ബോഡിയിൽ നിന്ന് ഈ ജമ്യൂൾസ് പുറത്ത് വരികയും ആൻഡ് ജമ്യൂൾ വിൽ ഡെവലപ്പ് ഇൻ ടു സ്പോഞ്ച്. ജമ്യൂള് സ്പോഞ്ചായിട്ട് മാറും. അപ്പം asexual റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അൺഫേവറബിൾ സീസണിൽ ജമ്യൂൾ ഫോർമേഷനിലൂടെയും സ്പോഞ്ചസിൽ റീപ്രൊഡക്ഷൻ കാണുന്നുണ്ട്. ഇത്രയും കാര്യം മനസ്സിലായോ? ഫൈലം പോരിഫറ എന്ന് പറഞ്ഞാൽ പോർ ബെയറിംഗ് ആനിമൽസ് ആണ്. സ്പോഞ്ചസ് എന്നാണ് ജനറലി വിളിക്കുക. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടു. അവർക്ക് ഒരു സിമെട്രി ഇല്ല. അതുകൊണ്ട് തന്നെ ബോഡി സിമെട്രി ഇല്ലാത്തതുകൊണ്ട് അസിമെട്രിക്കൽ ബോഡി പ്ലാൻ ആണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. 2 germ layers ഉണ്ട്. ബോഡി ലെയേഴ്സ് 2 ഉണ്ട്.
അതുകൊണ്ട് ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുക. ഇവർ ഹെർമാഫ്രൊഡൈറ്റ്സ് ആണ്, മെയിലും ഫീമെയിലും ഒരു ജീവിയിൽ തന്നെ കാണാനുണ്ട്. ദെൻ റീപ്രൊഡക്ഷൻ എസെക്ഷൽ മീൻസും ഉണ്ട്, സെക്ഷൽ മീൻസും ഉണ്ട്, ജെമിയോ ഫോർമേഷനിലൂടെയുണ്ട്. ലാർവൽ സ്റ്റേജ് കാണാൻ പറ്റും, ഫെർട്ടിലൈസേഷൻ ഇന്റേണലാണ്. ഇത്രയും ക്യാരക്ടേഴ്സാണ് നമുക്ക് ഫൈലം പോരിഫറ അഥവാ സ്പോഞ്ചസിൽ കാണാൻ പറ്റുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? So now let us pass on to the second phylum. The second phylum is phylum Coelenterata or Cnidaria. Coelenterata is also called phylum Cnidaria. Let us begin with examples. Hydra, lower class lu padichadana. Hydra is a freshwater coelenterate. Coral, kadalputtu, they are sedentary. Sedentary എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. കൊളോണിയൽ ഓർ സോളിറ്ററി, കോളനി ആയിട്ട് താമസിക്കുന്നതോ അല്ലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് താമസിക്കുന്നതോ. കൊളോണിയൽ അല്ലെ സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് താമസിക്കുന്നത്. തേർഡ് എക്സാമ്പിൾ ഇസ് ഫൈസാലിയ. ഫൈസാലിയ ഫ്രീ ഫ്ലോട്ടിംഗ് ആണ്. ഫ്രീ ഫ്ലോട്ടിംഗ് ഓർഗാനിസംസ് ആണ് ഫൈസാലിയ. Another example is Aurelia. Aurelia is also called moon jelly or jellyfish. Aurelia. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതിന്റെ ബോഡി സിമെട്രി ഒക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണേ. Now let us come to the features. ഇതിന്റെ ഒക്കെ ബോഡി ഫീച്ചേഴ്സ് ഒന്ന് നോക്കാലോ. They are marine. കടൽ വെള്ളത്തിൽ കാണുന്നതാണ്. Aquatic marine animals with a radially symmetrical body. Radial symmetry എന്ന് പറഞ്ഞാൽ അറിയാലോ. And they are diploblastic also. 2 germ layers ഉള്ളതുകൊണ്ട് diploblastic ആണ്. Once again, the aquatic organisms with a radial symmetry and diploblastic. These coelenterates are also called as cnidarians because of the presence of nidoblast or stinging cells. You can see the picture of a nidoblast or stinging cells. എന്താണ് ഈ nidoblast അല്ലെങ്കിൽ stinging cells? Stinging സെൽസിന്റെ പിക്ചറിൽ നിങ്ങൾ കണ്ടോ? ഒരു സ്പൈൻ ലൈക്ക് സ്ട്രക്ചർ, മുള്ളു പോലുള്ള ഒരു ഭാഗം കണ്ടോ? This is to catch the prey or to escape from enemies. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനോ അല്ലെങ്കിൽ ഇരപിടിക്കാനോ സഹായിക്കുന്ന ഒരു സെല്ലുലാർ സ്ട്രക്ചറാണ് നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് സീലന്ററേറ്റ്സിനെ നിഡേരിയൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? And the mouth is also called as hypostome. മൗത്തിന് എന്താ പറയാ? ഹൈപ്പോസ്റ്റോം. ഹൈഡ്രയുടെ സ്ട്രക്ചർ ഓർത്ത് നോക്കൂ. ഹൈഡ്രയുടെ സ്ട്രക്ചറിൽ കണ്ടോ മുകളിൽ ഒരു മൗത്ത് ലൈക്ക് സ്ട്രക്ചർ? We call it as hypostome. The coelenterates or cnidarians mostly exist in 2 basic forms. 2 തരം ജീവികൾ ഈ കോളനിയിൽ താമസിക്കുന്നുണ്ടാവും. അത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഒബീലിയ എന്ന് പറയുന്ന ഒരു coelenterate ആണ്. സ്ക്രീൻ നോക്കിക്കോളൂ. ഒബീലിയയിൽ we can observe 2 different basic forms. One is called polyp, other one is called medusa. Polypന്റെ സ്ട്രക്ചർ കണ്ടോ? മെഡ്യൂസ മറ്റൊരു തരം ജീവിയാണ്. The polyp develops asexually to form medusa. പോളിപ്പ് asexual reproductionലൂടെ ബഡിങ്ങോ ബൈനറി ഫിഷനോ ഫ്രാഗ്മെന്റേഷനിലൂടെയോ പോളിപ്പ് എന്തായി മാറും? മെഡ്യൂസയായി മാറും അടുത്ത തലമുറ. എന്നാൽ മെഡ്യൂസ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ മെഡ്യൂസയിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞ് പോളിപ്പാണ്. ക്ലിയർ ആയോ? ഒബീലിയ പോലുള്ള coelenteratesൽ 2 basic forms of living organisms കാണാം. One is called a polyp, the other one is known as medusa. Polyp asexually reproduces to form medusa and medusa sexually reproduces to form polyp. അത് റീപ്രൊഡക്ഷൻ്റെ കാര്യം പറയുമ്പോൾ. ഇനി കോറൽ എന്ന് പറഞ്ഞു, കടൽപ്പുറ്റ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ കടൽപ്പുറ്റിൽ നമുക്കൊരു എക്സോസ്കെലട്ടൺ കാണുന്നുണ്ടല്ലോ. എക്സോസ്കെലട്ടൺ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. കടൽപ്പുറ്റ് കണ്ടിട്ടുണ്ടോ? ആൻഡ് ദീസ് കോറൽ റീഫ്സ്, കോറൽ കടൽപ്പുറ്റിൻ്റെ റീഫ് എന്ന് വിളിക്കും അല്ലേ. കോറൽ റീഫ്സ് ആർ 3 different types. ഫ്രിഞ്ചിങ് റീഫ്, ബാരിയർ റീഫ്, എറ്റോൾ. ഫ്രിഞ്ചിങ് റീഫ് എന്ന് പറയുന്നത് സീഷോറിലൊക്കെ കാണില്ലേ, കടൽപ്പുറ്റുകൾ കാണൂലേ സീഷോറിൽ, അതിനെ നമ്മൾ ഫ്രിഞ്ചിങ് റീഫ് എന്ന് വിളിക്കും. ബാരിയർ റീഫ് ഇറ്റ് ഇസ് ഫാർ അവേ ഫ്രം സീഷോർ, കരയിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്നതാണ് ബാരിയർ റീഫ്. എറ്റോൾ എന്ന് പറയുന്നത് നമ്മൾ ഫിജി ഐലൻഡിലൊക്കെ കാണുന്ന, മാൽഡീവ്സ്, ലക്കഡീവ്സിലൊക്കെ കാണുന്ന കടൽപ്പുറ്റിനെയാണ്
എറ്റോൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ കടൽപ്പുറ്റ് 3 തരമുണ്ട്: ഫ്രിഞ്ചിങ് റീഫ്, ബാരിയർ റീഫ് ആൻഡ് എറ്റോൾ. കോറൽസും ഒരു സീലൻറ്ററേറ്റ് ആണ്, നമ്മൾ ബിഗിനിങ്ങിൽ പഠിച്ചു. ഇതിന് പുറമേ സം ഓഫ് ദി അതർ സീലൻറ്ററേറ്റ്സ് ഇൻക്ലൂഡ് സീപ്പൻ ഓർ പെനാറ്റുല. പെനാറ്റുല എന്ന് പറയുന്ന പിക്ചർ കണ്ടോ? സീപ്പൻ ആണ്. ഗോർഗേറിയ മറ്റൊരു സീലൻറ്ററേറ്റ് ആണ്. ഇതൊക്കെയാണ് ഫൈലം സീലൻറ്ററേറ്റെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള. ഒന്നുകൂടെ, ദേ ആർ മെറൈൻ ആനിമൽസ് with a readily symmetrical body. They are diploblastic organisms, and these organisms are specialized by the presence of nidoblast or stinging cells. That is why phylum Coelenterata is otherwise known as phylum Cnidaria. And in Obelia, like the coelenterates, 2 basic forms of organisms are seen: polyp and medusa. 3 കാര്യം നമുക്ക് ഓർമ്മിക്കുന്നുണ്ടല്ലോ. Coral is also coelenterate. 3 different types of corals: fringing reef, barrier reef, atoll. Then about seapen or penatula. Gorgaria is also called as sea fan എന്നാണ് ഗോർഗേറിയനെ വിളിക്കുന്നത്. ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ചോദ്യങ്ങൾ എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാമിന് വന്നെങ്കിൽ ഓർത്ത് വെക്കാനുള്ളത് മാത്രമാണ്. സോ ഐ ഹോപ്പ് ദിസ് പാർട്ട് ഈസ് ഓൾസോ ക്ലിയർ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ്? ആദ്യം ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ട് കിങ്ഡം ആനിമാലിയനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ കണ്ടു. ദെൻ ഓരോ ഫൈലം എടുത്ത് പഠിക്കുവാണ് ഇനി. അതിൽ ഫൈലം പോരിഫറ ഇസ് ദ ഫസ്റ്റ് ഫൈലം. ആനിമൽസ് വിത്ത് ബോഡി പോർസ് ഓൺ ദ ബോഡി. ഫസ്റ്റ് ഫൈലം പോരിഫറ പഠിച്ചു. സെക്കൻഡ് ഫൈലം സീലൻറ്ററേറ്റ പഠിച്ചു. ഇത്രയും കാര്യമാണ് ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ വീഡിയോ 1-2 തവണ കാണുക. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കൂടുതൽ മനസ്സിലാക്കുക.